വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കൂട്ടുകറിക്കുള്ളതാണ്. തൃശ്ശൂരിൻ്റെ മാത്രം പ്രത്യേകതയായ കാളനാണ്. കാളൻ കുറുക്കാളൻ തൃശ്ശൂർ എറണാകുളം ജില്ലയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുള്ള ചേനയും കായാണ്. അയിലയാണ് വറക്കാൻ പോകുന്നത്. അതിന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് പിന്നെ വറുത്തെടുക്കാം. ചിക്കനും ഞാനിവിടെ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിന് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഉപ്പ് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടുത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ്. അതിന് കുറച്ച് ചിക്കൻ മസാല, ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, പെപ്പർ പൗഡർ, ഉപ്പ് ഇത്രയും ചേർത്താണ് ഞാനിവിടെ മാരിനേറ്റ് ചെയ്യുന്നത്. പാല് തിളപ്പിക്കുന്നുണ്ട്. പാല് തിളപ്പിച്ചിട്ട് പാൽപ്പായസം ഉണ്ടാക്കാൻ പോകണം. പാലട തൃശ്ശൂരൊക്കെ ഫേമസ് ആണ് പാലട. പക്ഷേ നമുക്കിവിടെ ശരിക്കും ഞങ്ങളൊക്കെ പാട വീട്ടിൽ തയ്യാറാക്കി ആണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇപ്പം നമുക്ക് സമയക്കുറവും സൗകര്യക്കുറവുള്ളതുകൊണ്ട് റെഡിമെയ്ഡ് അട കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. വരുമ്പം അടയിട്ട് നമുക്കിത് അടച്ച് സിമ്മിലാക്കി വെക്കാം. ഇത് കുറുക്കുകാലനാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചേനയും കായയും നമ്മൾ വേവിക്കാൻ വെച്ചു. അതിൽ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ തൈരും ഒഴിച്ചു. ഇനി അതിൽ അരപ്പ് ചേർക്കാനുണ്ട്. നാളികേരവും ജീരകവും അരച്ചത്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറുക്കുകാലൻ തയ്യാറാവും. റെഡിമെയ്ഡ് അട ചേർക്കാൻ പോവാണ്. പാലട കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും. ഇഡ്ഡലി ഒഴിക്കും. തൃശ്ശൂർ സ്റ്റൈലിലുള്ളൊരു കൂട്ടുകറിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് കടലപ്പരിപ്പ്, പിന്നെ ചേന, കായ, കുമ്പളങ്ങ, ക്യാരറ്റ് ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഇനി വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അരപ്പുകൾ ചേർക്കാനുണ്ട്. അതുപോലെ ഒരു ഇതിൽ നമുക്ക് കുറുക്കുകാളനും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഒന്നിൽ പായസം. പാലെടുക്കാനാണ്. മീൻകറിക്ക് വേണ്ടിയിട്ടാണ്. നെയ്മീൻ കറി വയ്ക്കാൻ പാലെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റൂവിന് തേങ്ങാപ്പാൽ വേണം. അരപ്പ് ഞാനിവിടെ ചേർക്കുകയാണ്. നാളികേരവും ജീരകവും കൂടെ അരച്ചതാണ്. തോരനുള്ള ക്യാബേജ് അരിയാണ്. ഇതിനിപ്പോൾ നാളികേരം ചേർത്ത് വേവിച്ച് വറുക്കുക. കൊഞ്ച് വറുത്തരച്ച് ഞങ്ങളുടെ നാട്ടിലെ കറി വയ്ക്കും.
അതിനുള്ള നാളികേരം വറക്കാൻ പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരം വറക്കാൻ പോവുകയാണ്. നന്നായി വറക്കണം. ഈ വറുത്തരച്ച കറിക്കുള്ള നാളികേരം നല്ല ബ്രൗൺ നിറം ആവുന്നവരെ വഴറ്റണം. കൂട്ടുകറിയിലേക്ക് ഒരു ശർക്കരയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് കൊഞ്ച് വറുത്തരച്ച കറിക്കുള്ളതാണ്. അതിന് വേണ്ടിയുള്ള നാളികേരം നല്ല ബ്രൗൺ നിറാവുന്നവരെ വഴറ്റി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് അരച്ച് പിന്നെയാണ് കൊഞ്ച് ചേർത്ത് കറി വയ്ക്കുന്നത്. ഇത് ഞങ്ങളുടെ നാടൻ രീതിയിലുള്ള മീൻകറി വയ്ക്കാനാണ്. ഇത് നെയ്മീനാണ് ഉപയോഗിച്ചേക്കണത്. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി, കറിവേപ്പില, ഉള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ്. 2-ാം പാല് ചേർത്തിട്ടുണ്ട്. ഇനി ആയി കഴിയുമ്പോൾ കൊടുമ്പുളി 1-ാം പാല് ചേർക്കും. അത് കഴിഞ്ഞ് ഉള്ളി മുപ്പിക്കും. നാടൻ രീതിയിലുള്ള ഒരു മീൻ കറിയാണ്. അതിലൊരു സ്പൂൺ മുളക് പൊടി, കൊഞ്ച് വറുത്തരച്ച കറിക്കുള്ള ഇത് അരപ്പിനുള്ളത് തയ്യാറായിട്ടുണ്ട്.